ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ B6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. ജനറൽ സർവീസ് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 400 കിലോമീറ്റർ ഓടിയിട്ട് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കസ്റ്റമർ അങ്ങനെ പറഞ്ഞ്. പിന്നെ വാട്ടർ സർവീസ്, പിന്നെ കഴിഞ്ഞ സർവീസിൽ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഷൂൻ്റെയും ബ്രേക്ക് കേബിളിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. സെൽഫിൻ്റെ സ്വിച്ച് ടൈറ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് മാറ്റുന്ന ദിവസം പറഞ്ഞിട്ട് പൊല്യൂഷൻ ടെസ്റ്റ്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചത്. ലൈനർ മാറ്റേണ്ട ടൈമാണ് കേട്ടോ. അതാണ് കഴിഞ്ഞ സർവീസിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളതിൻ്റെ CVT ക്ലച്ചാണ്, ഡ്രൈ ടൈപ്പാണ്. നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വീലുകൾ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം തേമാനോ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ രീതിയിലുള്ള തേമാനുള്ളൂ. ബെൽറ്റൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അപ്പോൾ ആ ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇതിരിക്കുന്നത്. 2023 മോഡൽ ബാറ്ററിയാണ്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. നമ്മൾ ലോഡ് ടെസ്റ്റും കൂടി കൂട്ടത്തേക്ക് നടത്തി വിടുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 9.15 റേഞ്ചിലേക്ക്. ഇപ്പോൾ നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു, വേറെ പ്രോബ്ലം ഇല്ല. ബ്രേക്കിൻ്റെ കേബിൾ ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു കേബിൾ പൊട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് മുകളിലത്തെ കേബിളും ഔട്ടർ പൊട്ടലിലും കാണിക്കാൻ കേട്ടോ. അപ്പോൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ, ഫ്രണ്ടിലേക്ക് വന്ന ബ്രേക്ക് കേബിളും ബാക്കിലെ ബ്രേക്ക് കേബിളും ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ, അത്രയാണ് നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെൽഫിൻ്റെ സ്വിച്ച്, പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ്, അത് ചെറിയൊരു കംപ്ലയിൻറ്റ് ലൂസ് കോൺടാക്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും മാറ്റേണ്ട ദിവസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടാനുണ്ട്. അപ്പോൾ ഇത്രയും കേസുകളും മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടി തന്നെ. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ഈ ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റാം. കേബിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അഡീഷണലായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന കവറൊക്കെ അയച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അത് നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല, അതിന് പുറമെ തന്നെ വർക്കാണ്. അപ്പോൾ അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ വാട്സാപ്പിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 5:30-6 മണിക്ക് ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. വാട്ടർ സർവീസ് അടക്കം കഴിഞ്ഞ് വരുമേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിൽ ഇട്ടേക്കാം. കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.